ഹലോ ഇറ്റ്സ് മീ സുജ ഹിയർ. ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റാണ്. സവാള, ബീട്രൂട്ട്, ഇഞ്ചി, പിന്നെ മാങ്ങ, പിന്നെ എന്താ പറയുക, വെള്ളരിക്ക, മത്തങ്ങ, പപ്പടം, അവിയലിനരിഞ്ഞത്, സാമ്പാറിനരിഞ്ഞത്, മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞത്. ഇതെല്ലാം സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ 13ാമത്തെ ചരമവാർഷികമാണ്. ഒരു ചരമവാർഷികം പോലും നമ്മൾ വീട്ടിൽ വിളമ്പിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുള്ളിക്കാരുടെ സ്ഥലത്ത് കാണത്തില്ല, ഒരു ഇതിനും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അനാഥാലയത്തിൽ പൈസ കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുസ് ആയതുകൊണ്ട് നമുക്ക് ബലിയിടണം എന്നുള്ളൊരു ചടങ്ങ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം നമ്മൾ ആ ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനാണ്. ഞാനിപ്പം ഏകദേശം ഒരു രാത്രി തന്നെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് ചിക്കനും മീനും കൊഞ്ചും ഒക്കെ ഞാൻ തലേന്ന് തന്നെ രാത്രി എല്ലാം മേടിച്ച് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യണം. അപ്പം ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാചകങ്ങളും എല്ലാം പെട്ടെന്ന് ടപ്പേ. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം സവാളയൊക്കെ അരിഞ്ഞു വന്നായിരുന്നു, പിന്നെ ബീൻസ് അരിഞ്ഞു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയാണ് സാമ്പാർ വെച്ചത്. ഇത്രയും അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി ഏകദേശം ഒരു മോർണിംഗ് 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഒരുവിധം എല്ലാം ഓക്കെ ആയി. അപ്പം അമ്മയുടെ പ്രിപ്പറേഷൻ ഇഡലി സാമ്പാറും രാവിലത്തെ വെജാണ്. അപ്പോൾ പുള്ളിക്ക് ബലിയിടാൻ പൂജ ചെയ്യാനും ഒക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെയുള്ള നമ്മളുടെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോസാണിത്. എല്ലാം ഉണ്ട്. മാങ്ങാച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ബീൻസ് തോരനുണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ശർക്കര വരട്ടിയുണ്ട്, പിന്നെ കൊഞ്ച് തീയലുണ്ട്, ഏത്തയ്ക്ക പച്ചടിയുണ്ട്, വെള്ളരിക്ക പച്ചടിയുണ്ട്, എരിശ്ശേരിയുണ്ട്, മത്തങ്ങ എരിശ്ശേരിയുണ്ട്, പിന്നെ ചീനി കപ്പയുണ്ട്, പിന്നെ അങ്ങനെ പപ്പടം, അങ്ങനെ എല്ലാം ഫുൾ നല്ല രസം വരെ ഉണ്ടായിരുന്നു. പിന്നെ പഴം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നിഷേട്ടനും മിന്നുവും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അച്ഛന് താണ്ട് എല്ലാം വെച്ച് വിളമ്പി അതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനിരുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അമ്മയെ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ ഫുള്ളും ഭക്തിമയം, ഉച്ചയ്ക്ക് നോൺ വെജ് മയം, അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമ്മൾ തന്നെ വെച്ചത് കൊണ്ടായിരിക്കും. കാരണം മിന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ.